നമസ്കാരം. ഏറെ കോലാഹലങ്ങൾക്കും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ ഉന്നയിച്ച ആശങ്കകളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ. എന്താണത്? നിർദ്ദിഷ്ട നിയമനിർമ്മാണം പൂർണ്ണമായും മതനിരപേക്ഷമാണെന്നും ക്രൈസ്തവ സമൂഹത്തെയോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെയോ ഉപദ്രവിക്കാൻ സർക്കാരിന് യാതൊരുവിധ ഉദ്ദേശവുമില്ല എന്നാണ് അമിത് ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച പാർലമെന്റ് മന്ദിരത്തിൽ കേരളത്തിൽ നിന്നുമുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് വരാനിരിക്കുന്ന ആഴ്ചയിൽ ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കുമെന്നും ബിൽ പാസാക്കുന്നതിനായി താൻ തന്നെ നേരിട്ട് സഭയിലെത്തുമെന്നും അമിത് ഷാ വ്യക്തമാക്കി. മൺസൂൺ സമ്മേളനം അവസാനിക്കുന്നതിന് ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് ഓഗസ്റ്റ് 12-ന് ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്തേക്കുമെന്നും നിയമത്തിലെ വ്യവസ്ഥകൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതായും അതായത് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതായുമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. DMK നേതാവും രാജ്യസഭാ എംപിയുമായ പി വിൽസന്റെ നേതൃത്വത്തിൽ എത്തിയ ജോയിന്റ് ആക്ഷൻ ഫോറം ഓൺ മൈനോറിറ്റീസ് പ്രതിനിധി സംഘമാണ് മന്ത്രിയെ കണ്ടത്. കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, ഓർത്തഡോക്സ് തുടങ്ങിയ എല്ലാ സഭകളുടെയും പ്രതിനിധികൾ അടങ്ങിയ സംഘമാണ് അമിത് ഷായുമായി ചർച്ച നടത്തിയത്. ഡൽഹി രൂപത ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടു, മലങ്കര മാർത്തോമ സിറിയൻ ചർച്ചിലെ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മാത്യു കോയിക്കൽ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഡോക്ടർ യുഹാനോൻ മാർ ദിമിത്രിയോസ് തുടങ്ങിയ പ്രമുഖ സഭാ നേതാക്കൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. വിദേശ സംഭാവന നൽകുന്ന NGOകളുടെയോ സ്ഥാപനങ്ങളുടെയോ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ സിഗ്നേറ്റഡ് അതോറിറ്റിയെ നിയമിക്കുമെന്ന വ്യവസ്ഥയിലാണ് ക്രൈസ്തവ സംഘടനകൾ പ്രധാനമായും ആശങ്ക അറിയിച്ചത്. ഈ അതോറിറ്റിക്ക് സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്നും സ്വത്തുക്കൾ സർക്കാരിലേക്കോ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ കൈമാറാൻ ഉത്തരവിടാനാകില്ല എന്നും ബില്ലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ജുഡീഷ്യൽ മേൽനോട്ടമില്ലാതെ ഇത്തരം സ്വത്തുക്കൾ സർക്കാരിന് എങ്ങനെ കണ്ടുകെട്ടാനാകും എന്ന ചോദ്യം പ്രതിനിധികൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. ബില്ലിലെ ഏറ്റവും കടുപ്പമേറിയ 3-ാം അധ്യായം പിൻവലിക്കുകയും 15-ാം വകുപ്പ് നീക്കം ചെയ്യുകയും വേണം എന്നാണ് തങ്ങളുടെ ആവശ്യമെന്നാണ് പി വിൽസൺ MP വ്യക്തമാക്കിയിരിക്കുന്നത്. ബിൽ ഉടനടി പാസാക്കാതെ പുനഃപരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സ്ഥാപനങ്ങളുടെ ആസ്തികൾ പൂർണ്ണമായോ ഭാഗികമായോ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് നിലവിലെ കിരാതമായ വ്യവസ്ഥയെന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ആശുപത്രികളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും തകർക്കും എന്നാണ് പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ മുൻകൂർ നോട്ടീസ് നൽകി വ്യക്തമായ അന്വേഷണം നടത്തിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകൂ എന്നും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ചട്ടങ്ങൾ രൂപീകരിക്കുന്ന വേളയിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുമെന്നും ആഭ്യന്തരമന്ത്രി പ്രതിനിധികൾക്ക് ഉറപ്പു നൽകുകയാണ്. മറുവശത്താകട്ടെ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തെ ചൊല്ലിയും മറ്റു വിഷയങ്ങളെ ചൊല്ലിയും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ ബഹളത്തിനിടയിലും FCRA ബിൽ പാസാക്കാൻ അനുവദിക്കരുതെന്നും ബിൽ സഭയിൽ കൊണ്ടുവരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും കോൺഗ്രസിനോട് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബില്ലിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന ഭേദഗതികൾക്കും ആശങ്കകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുകയാണ്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി എത്തുന്നതോടെ FCRA ബില്ലിനെ ചൊല്ലി വൻ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ഇതാവും സഭ സാക്ഷ്യം വഹിക്കുക. സംഘം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ മന്ത്രിസഭയിലെ മറ്റ് സഹപ്രവർത്തകരുമായി ആലോചിച്ച ശേഷം അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുമെന്നാണ് അമിത് ഷാ ഉറപ്പു നൽകുന്നത്.